കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്ന വാക്കൻസിയെക്കുറിച്ചാണ്. വിശദമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ സമയത്തിന് നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. ഓക്കെ, കോൺട്രാക്ട് ബേസിസിലാണ് CSL വിളിച്ചിരിക്കുന്നത്. CSL ഒരു മിനി രത്ന കമ്പനിയാണ്. ദെൻ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഫാബ്രിക്കേഷൻ അസിസ്റ്റൻസ് ഓൺ കോൺട്രാക്ട്, അതിൽ ഏകദേശം 2 പോസ്റ്റ് പറയുന്നു. ഷീറ്റ് മെറ്റൽ വർക്കർ, ദെൻ വെൽഡർ. എല്ലാ പോസ്റ്റിനും സെയിം ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അതിൻ്റെ സ്പെസിഫിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. പാസ് ഇൻ SSLC ആൻഡ് ITI, എക്സ്പീരിയൻസ് മിനിമം ഓഫ് 3 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ദ സ്പെസിഫിക് ഫീൽഡ്. ഏതാണോ പോസ്റ്റ് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഷീറ്റ് മെറ്റൽ വർക്കർ, വെൽഡർ. ഫാബ്രിക്കേഷൻ അസിസ്റ്റൻസിൽ 2 പോസ്റ്റാണ്, ഷീറ്റ് മെറ്റൽ വർക്കർ, വെൽഡർ. ദെൻ ഔട്ട്ഫിറ്റ് അസിസ്റ്റൻസ് ഓൺ കോൺട്രാക്ട്, എല്ലാം കോൺട്രാക്ട് ബേസിസിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഔട്ട്ഫിറ്റ് അസിസ്റ്റൻസ് ഓൺ കോൺട്രാക്റ്റിൽ ഏകദേശം 11 പോസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിറ്റർ, സെയിം ഞാൻ പറഞ്ഞു, സെയിം ക്വാളിഫിക്കേഷൻ തന്നെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ITI NTC സർട്ടിഫിക്കറ്റ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഏതാണോ ഫീൽഡ്, ഏതാണോ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അതിൽ എക്സ്പീരിയൻസ് മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രോണിക് മെക്കാനിക്, പെയിൻറ്റർ, മെഷീനിസ്റ്റ്, ക്രെയിൻ ഓപ്പറേറ്റർ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, പ്ലംബർ, ഷിപ്പ്രൈറ്റ് വുഡ്. ഇങ്ങനെ 11 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഫാബ്രിക്കേഷൻ അസിസ്റ്റൻസിൽ 2 പോസ്റ്റ് വിളിച്ചിരിക്കുന്നു. ഔട്ട്ഫിറ്റ് അസിസ്റ്റൻസിൽ ഏകദേശം 11 പോസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് January 21 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ February 7 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എത്ര വാക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ട് ഓരോ കാറ്റഗറി വൈസ്, UR, OBC, SC, ST, EWS, ടോട്ടൽ എത്ര വാക്കൻസി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് വിശദമായിട്ട് നിങ്ങൾ ടേബിൾ 2 പറയുന്നു. ഫാബ്രിക്കേഷൻ അസിസ്റ്റൻസ് ഓൺ കോൺട്രാക്ട്, ഷീറ്റ് മെറ്റൽ വർക്കറിൽ 64, വെൽഡർ 49, ഫിറ്റർ 39, ഇലക്ട്രീഷ്യൻ 21, മെക്കാനിക് ഡീസൽ 16, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 16, ഇലക്ട്രോണിക് മെക്കാനിക് 13, പെയിൻറ്റർ 11, മെഷീനിസ്റ്റ് 10, ക്രെയിൻ ഓപ്പറേറ്റർ 6, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 6, പ്ലംബർ 5, ഷിപ്പ്രൈറ്റ് വുഡ് 4. ഇങ്ങനെ ടോട്ടൽ 260 വാക്കൻസിയിൽ വിളിച്ചിട്ടുണ്ട്. നല്ലൊരു അവസരമാണ്. കോൺട്രാക്ട് ബേസിസിൽ ഏകദേശം 5 years താഴെ പറയുന്നുണ്ട്, ഞാൻ പറയാം. 5 years കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ITI SSLC ക്വാളിഫിക്കേഷൻ, ITI ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിസർവേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, PWD കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോൾ ബി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം റിസർവേഷൻ ഉണ്ടായിരിക്കും. പീരീഡ് ഓഫ് കോൺട്രാക്ട് ആൻഡ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്. കോൺട്രാക്ട് പീരീഡ് മാക്സിമം പീരീഡ് പറയുന്നത് 5 years ആണ്. കോൺട്രാക്ട് ടെനർ ഓഫ് ഓൾ പോസ്റ്റ് ആർ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 5 years. Then posting shall be at CSL or any other CSL units. CSL ആയിരിക്കും, അല്ലെങ്കിൽ CSL യൂണിറ്റ്സിൽ ഏതെങ്കിലും ഒരു CSL യൂണിറ്റ്സിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. റെമ്യൂണറേഷൻ 23,300 per month. They will also be eligible for compensation for extra hours. എക്സ്ട്രാ അവേഴ്സ് അതിന് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടുന്നതാണ്. അതും എമൗണ്ട് സ്പെസിഫൈ ചെയ്ത് നോട്ടിഫിക്കേഷനിൽ പറയുന്നു. 5,830 per month നിങ്ങൾക്ക് എക്സ്ട്രാ അവേഴ്സിന് കോമ്പൻസേഷൻ കിട്ടുന്നതാണ്. ദെൻ the upper age limit prescribed for all the posts shall not exceed 45 years. 45 വയസ്സിൽ കൂടാൻ പാടില്ല. ഡേറ്റ് നോക്കുന്നത് അവർ February 7, അതാണല്ലോ ലാസ്റ്റ് ഡേറ്റ്. അതിന് ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് 45 വയസ്സിൽ കൂടാൻ പാടില്ല. That is, application should be born on or after 8 February 1981. 1981 ശേഷം ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നു. The upper age limit is relaxable by 3 years for OBC. OBC കാൻഡിഡേറ്റ്സിന് 3 years റിലാക്സേഷൻ ഉണ്ടായിരിക്കും. കാൻഡിഡേറ്റ്സ് ആൻഡ് 5 years for SC ST കാൻഡിഡേറ്റ്സിന് 5 years റിലാക്സേഷൻ ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിനും SC ST EWS ഒക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും.
ദെൻ മെത്തേഡ് ഓഫ് സെലക്ഷൻ, എക്സാം ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് എക്സാം ദ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഷോൾ ബി ത്രൂ പ്രാക്ടിക്കൽ ടെസ്റ്റ്. ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 100 മാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ റിസീവ്ഡ്, CSL റിസർവ്സ് ദ റൈറ്റ് ടു സ്ക്രൂട്ടനൈസ് ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് പോസ്റ്റ്. അവരൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതിന് ശേഷമായിരിക്കും ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. മിനിമം പാസ് മാർക്കൊക്കെ പറയുന്നുണ്ട്. ഓരോ കാറ്റഗറി വൈസ് സെപ്പറേറ്റ് ആണ് പാസ് മാർക്ക് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഹൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഷോൾ ബി ഷോർട്ട് ലിസ്റ്റഡ് ടു അറ്റൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റ്. ആദ്യം നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ ടെസ്റ്റിന് എത്രയാണ് പാസ് മാർക്ക് വേണ്ടതെന്ന് താഴെ പറയുന്നുണ്ട്. CSL may relax the minimum pass mark if the number of qualified candidates are insufficient. അതിനുശേഷം റിസർവേഷൻ പറയുന്നു താഴേക്ക്. ക്വാളിഫിക്കേഷൻ പറഞ്ഞു. നമ്മൾ SSLC അല്ലെങ്കിൽ ITI ഗ്രേഡിൽ അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് അക്വേർഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് പാസിംഗ് ദ ക്വാളിഫിക്കേഷൻ സ്റ്റിപ്പുലേറ്റഡ് ആസ് പെർ ദ എബോവ് റിക്വയർമെൻറ്റ്സ് ഷോൾ on be considered. Period of post qualification experience shall be reckoned as on 7 February. ആ ഒരു ഡേറ്റ് അനുസരിച്ചിട്ടാണ് എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഫീ ഓഫ് 300 നോൺ റീഫണ്ടബിൾ ആണെന്ന് പ്രത്യേകം പറയുന്നു. പ്ലസ് ബാങ്ക് ചാർജസ് ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീ 300 ആണ്. അത് വിച്ച് ക്യാൻ ബി ഓൺലൈൻ പേയ്മെൻറ്റ് ത്രൂ ആണ്. അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ത്രൂ അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെസിലിറ്റി. ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാം. ആപ്ലിക്കേഷൻ ബിലോങ്ങിങ് ടു SC ST ദെൻ PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും 300 ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡേറ്റ് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഫെബ്രുവരി 7 വരെ ഉള്ളൂ. ഹൗ ടു അപ്ലൈ, ഇതാണ് അവരുടെ ലിങ്ക്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ കരിയറിൽ പോവുക. ദെൻ CSL കൊച്ചിയുടെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കാണാം. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ യോഗ്യത ഉള്ളവർ, ITI കഴിഞ്ഞവർ, ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർ, 3 years എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അതിൽ കുറേ കണ്ടീഷൻസ്, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. TA or DA ഷോൾ ബി പെയ്ഡ് ടു ദ കാൻഡിഡേറ്റ്സ്. TA DA ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്ന് പറയുന്നു. കോൾ ലെറ്റേഴ്സ് ഷോൾ നോട്ട് ബി സെൻഡ് ടു ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ബൈ പോസ്റ്റിലായിട്ടൊന്നും അയക്കില്ല. ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ CSL ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. ത്രൂ ഇമെയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഇമെയിൽ നിങ്ങൾ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ നല്ലൊരു അവസരമാണ്. യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് ആവും. മിനിരത്ന കമ്പനിയാണ് CSL. ഓക്കെ, ഇതുപോലുള്ള നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ കരിയർ വെബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.